കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ബജറ്റിന് കൗൺസിൽ യോഗം അംഗീകാരം നൽകി. ഏകകണ്ഠമായാണ് ബജറ്റ് അംഗീകരിച്ചത്. ബജറ്റ് അവതരണ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന LDF കൗൺസിലർമാരും ചർച്ചയിൽ പങ്കെടുത്തു. LDFിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഘടകകക്ഷികളെ അനുനയിപ്പിച്ചത്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 78 കോടി രൂപയുടെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ വിശദമായി ചർച്ച ചെയ്ത ശേഷമാണ് കൗൺസിൽ യോഗം അംഗീകരിച്ചത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ചേർന്ന ഏകകണ്ഠമായി ബഡ്ജറ്റിന് അംഗീകാരം നൽകുകയായിരുന്നു. യോഗത്തിൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. ബുധനാഴ്ച ബഡ്ജറ്റ് അവതരണത്തിനായി ചേർന്ന കൗൺസിൽ യോഗത്തിൽ നിന്നും വിട്ടുനിന്ന കേരള കോൺഗ്രസ് MLA അഡ്വക്കേറ്റ് ജോസ് വർഗീസും CPIയിലെ സിജോ വർഗീസും ചർച്ചാ യോഗത്തിൽ പങ്കെടുത്തു. ഇവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുക്കാമെന്ന ഉറപ്പു ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും യോഗത്തിന് എത്തിയതെന്ന് അറിയുന്നു. വിഷയം LDFിൽ ചർച്ച ചെയ്തിരുന്നു. CPM ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെതിരെയായിരുന്നു അഡ്വക്കേറ്റ് ജോസ് വർഗീസിന്റെയും സിജോ വർഗീസിന്റെയും പ്രതിഷേധം. 31 അംഗ കൗൺസിലിൽ 17 പേർ LDFും 14 പേർ UDFുമാണ്. 2 അംഗങ്ങളുടെ ബഹിഷ്കരണം തുടർന്നാൽ LDFിന് ഭൂരിപക്ഷം കുറയുമെന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ബഡ്ജറ്റ് കൂടി ചെയർമാൻ അവതരിപ്പിച്ചതോടെ വൈസ് ചെയർപേഴ്സണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചില്ലെന്ന പ്രത്യേകതയുമുണ്ട്. ഈ ഭരണസമിതിയുടെ കാലത്ത് എല്ലാ ബഡ്ജറ്റും അവതരിപ്പിച്ചത് ചെയർമാനാണ്. ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ വൈസ് ചെയർപേഴ്സൺ ആണ് സാധാരണയായി ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത്. ബഡ്ജറ്റിന് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ പകരം ചെയർമാന് ബഡ്ജറ്റ് അവതരിപ്പിക്കാമെന്നാണ് ചട്ടം. UDFിന് ഭൂരിപക്ഷമുള്ള ഫിനാൻസ് കമ്മിറ്റി 5 ബഡ്ജറ്റിനും അംഗീകാരം നൽകിയിരുന്നില്ല. GTV ന്യൂസ്, കോതമംഗലം.